ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി ഓടി വന്ന് അച്ഛൻ്റെ ഫോൺ ഓണാക്കാൻ നോക്കി, പക്ഷെ ഫോൺ ഓണാകുന്നില്ല. അപ്പോഴേക്കാണ് നന്ദിനി ചേച്ചി അങ്ങോട്ടേക്ക്, ലക്ഷ്മി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മി ചേച്ചി വന്നിട്ട് ഓണാകുന്നില്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ചേച്ചി, പുറത്ത് കിടന്നതല്ലേ, അപ്പോൾ അതെങ്ങനെയാണ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി കാണുമെന്ന് അറിയില്ലല്ലോ, എന്നാലും ഇതെങ്ങനെ പുറത്ത് വന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഭൂമി പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വേറെ എന്ത് ചെയ്യാനാ, ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു ഭൂമി. ചേച്ചി കടയിലോട്ട് ചെല്ല്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഭൂമി ഒരു മൊബൈൽ കടയിൽ പോകുവാട്ടെ ഈ ഫോണുമായിട്ട്. എന്നിട്ട് ആ കടയിൽ ചെന്നു. എന്നിട്ട് ആ കടക്കാരനോട് പറഞ്ഞു ഫോൺ ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചാർജ് ചെയ്ത് നോക്കിയോന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ അത് എന്തൊക്കെയോ നോക്കിയിട്ടോ അഴിച്ചൊക്കെ നോക്കുന്നു. അതിനുശേഷം ഭൂമിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിക്കുന്നു. ഭൂമി അതെല്ലാം എഴുതി കൊടുത്തിട്ട് അവിടുന്ന് പോരുവാണ്. ഈ സമയം അദ്ദേഹം ആണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ അത് എടുത്തു വെച്ചു. അതിനുശേഷം ഭൂമി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോന്നു. നേരെ പോരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ വന്ന് പോലീസുകാർക്കൊക്കെ ചായയൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ സെല്ലിലേക്ക് നോക്കിയപ്പോൾ അമ്മ അവിടെ കണ്ടില്ല. അപ്പോൾ ഭൂമിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അന്ന് അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക് വേഗം കയറി വരും, എൻ്റെ അമ്മയെ ഞാൻ പുറത്തിറക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഒരു ഇത് ഭൂമിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അതിനുശേഷം ഭൂമി എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അജയുടെ അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് പറഞ്ഞു, തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഭൂമി ഇരിക്കേ. അപ്പോൾ നമ്മുടെ ഭൂമിക്ക് ഭയങ്കര ഒരു സങ്കടം. ഭൂമി എന്നിട്ട് അജയുടെ മുന്നിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ ഭൂമിയുടെ മുന്നിൽ അജയ് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കാം. അപ്പോൾ തൻ്റെ മനസ്സിലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തിര അല്ലെങ്കിൽ കടൽ എനിക്ക് കാണാൻ കഴിയും, അതൊന്ന് ശാന്തമാക്കണമെന്നും ഭൂമിയിലേക്ക് മടങ്ങി വരണമെന്നും അജയ് പറയുമ്പോൾ, അതെ സാർ, അച്ഛനും അത് പറഞ്ഞു, മകളും പഴയ ഭൂമി ആകണം എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് ഉപദേശിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ സബ് ജയിലിലേക്ക് മാറ്റി എന്ന് പറയാം കേട്ടോ നേരത്തേക്ക് നമ്മുടെ അജയ്. അത് അറിഞ്ഞു എന്ന് പറഞ്ഞു. അമ്മയെ പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന ആ ഒരു അനുകൂല ഘടകങ്ങളോ അല്ലെങ്കിൽ സാക്ഷിമൊഴികളോ ഒന്നുമില്ല. തൊണ്ടി സാധനങ്ങളൊക്കെ എതിരാണെന്ന കാര്യം അജയ് പറയുക. കത്തിയിലെ ഫിംഗർ പ്രിൻ്റ് പോലും ഭൂമിയുടെ അമ്മയുടേതാണെന്ന കാര്യവും പറയാം. അംബിക പറയുന്നത് അന്ന് ആ മുറിയിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ എന്ന് അജയ് ചോദിച്ചു. മുഖം മൂടി വെച്ച ഒരാൾ, അതുകൊണ്ട് തന്നെ രേഖാചിത്രം തയ്യാറാക്കി ആളെ ട്രേസ് ചെയ്യാൻ കഴിയില്ല എന്നും പറയുവാണ്. അപ്പം ഈ കേസിലേക്ക് സഞ്ചരിക്കാൻ മാനസികമായി എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം ഒരു എക്സാമ്പിൾ ഞാൻ ഭൂമിയോട് പറയാം. മുറിക്കുള്ളിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നതിൻ്റെ ദൃശ്യമുണ്ട് എന്ന് കരുതുക. അപ്പോൾ അത് കേസിന് ഗുണം ചെയ്യും, അമ്മയെ ഇറക്കാൻ അത് എളുപ്പമാകുമെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ജാമ്യവും അമ്മയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് സാറ് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ്റെ ഫോണിലേക്ക് ആരുടെയൊക്കെ കോള് വന്നിരുന്നു, അല്ലാതെ കേസിന് പറ്റിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നൊക്കെ നോക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏത് നിലയ്ക്കാണ് അത് കേസിനെ സഹായിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ഫോൺ കാണുന്നില്ലായിരുന്നു എന്ന് ഭൂമി പറയാം. കഴിഞ്ഞ ദിവസമാണ് വീടിൻ്റെ പുറത്തുനിന്നും അത് കിട്ടിയത്, കർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് ഭൂമി പറയാം കേട്ടോ. അതൊരു മൊബൈൽ ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണ് ശരിയാക്കാനെന്ന് പറയുമ്പം കിട്ടിയ ഉടനെ എന്നെ അത് ഏൽപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു. സാർ, പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ലാബ് റിപ്പോർട്ടും വന്നോ എന്ന് ചോദിച്ചപ്പം അതൊക്കെ വന്നോ എന്ന് പറഞ്ഞു. എനിക്കൊന്ന് വായിക്കാൻ തരുമോ എന്ന് ഭൂമി ചോദിക്കുമ്പം അജയ് ഇങ്ങനെ നോക്കുക കേട്ടോ. അത് തരില്ല എന്ന് പറഞ്ഞു. സർ, അല്ല, അത് വെറുതെ ഒന്ന് നോക്കാനെങ്കിലും ഓരോ പ്രാവശ്യം നോ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചോദിക്കരുതെന്ന് അജയ് ദേഷ്യത്തോടെ ഭൂമിയോട് പറയുവാണേ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭൂമിക്ക് സങ്കടം വന്നു. ഭൂമി എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അജയ് പിന്നെ ഭൂമിയെ നോക്കുന്നില്ല. പിന്നെ പുറത്തിറങ്ങി ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഭൂമി സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. എന്നും ഭൂമിക്ക് സഹായമാവുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, എന്താ ഭൂമി എന്ന് ചോദിച്ചു കേട്ടോ. അത് പിന്നെ ഒന്നുമില്ല ബാലേട്ടാന്ന് ഭൂമി പറയാം. അമ്മയുടെ കാര്യം ആലോചിച്ചാണോ? അമ്മയെ വെറുതെ വിടുമെന്ന് ബാലേട്ടൻ പറയുന്നു. തെളിവുകൾ പോസിറ്റീവായിട്ട് ഒന്നുമില്ലെന്നാണ് അജയ് സാറ് പറഞ്ഞതെന്ന കാര്യം പറയാം. അമ്മയെ രക്ഷിക്കാനായിട്ട് കേസിൻ്റെ വിവരങ്ങളെല്ലാം അറിയണമല്ലോ. പേഴ്സണലായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ബാലേട്ടൻ ചോദിച്ചു. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. കേസിൻ്റെ സഹായകരമായി ചിന്തിക്കാനുള്ള ആ ഒരു കഴിവൊന്നും എനിക്കില്ല മോളെ. അന്നേരം ഭൂമി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറയണമെന്ന് പറഞ്ഞു. അന്നേരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ലാബ് റിപ്പോർട്ടും വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കിട്ടിയല്ലോ. അതിൻ്റെ കോപ്പി കിട്ടുമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് അജയ് സാറ് പറഞ്ഞതെന്ന് ഭൂമി പറയാം. അപ്പോൾ വക്കീൽ ആവശ്യപ്പെട്ട കോർട്ടിൽ കൊടുക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ എവിടുന്ന് ഒരു വക്കീലിനെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കേട്ടോ. അത് ബാലേട്ടാ, അത് എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, കോപ്പിയൊന്നും വേണ്ട എന്ന് ഭൂമി ഇങ്ങനെ പറയുക. അന്നേരം ഭൂമി അപ്പോൾ ബാലൻ സാറേ, ഭൂമി ഓരോ കേസിൻ്റെ കാര്യത്തിൽ എന്തോരം ഹെൽപ്പ് ചെയ്തതാണ്, എടുത്ത് കൊടുക്കുക സാറേ എന്ന് പറഞ്ഞു കേട്ടോ പോലീസുകാരി. അങ്ങനെ ബാലേട്ടൻ കൊണ്ട് കൊടുത്തു. ഭൂമി അത് പെട്ടെന്ന് ഓടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുക. അവിടെ ഇരുന്ന് എന്തൊക്കെയോ നോക്കുന്നു, എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ലക്ഷ്മി ചേച്ചി ആണെങ്കിൽ അവിടെ കടയിൽ തിരക്കിട്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഭൂമിയുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു.
അങ്ങനെ മുഖംമൂടിയിട്ട് വന്ന് ഇങ്ങനെ കൊല നടത്തി, അതിൻ്റെ പേരിൽ നമ്മുടെ അംബിക പോലീസിലായ, ഇങ്ങനെ കഥകളെല്ലാം പറയുവാണ്. അങ്ങനെ ഇവർ ഭൂമിയുടെ ആ കൂട്ടുകാർ, അപ്പോൾ അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ലക്ഷ്മി ചേച്ചി 2 ബജി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി ചേച്ചിയോട് ബജിയൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ അജയ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഭൂമി ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് അജയ് കണ്ടു. താനിവിടെ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അത് പിന്നെ സാർ, ഞാൻ റിപ്പോർട്ടിൽ 10 സെൻറ്റിമീറ്റർ ആഴത്തിലാണ് മുറിവുള്ളത് എന്നുണ്ട്. ഒരു സ്ത്രീക്ക് ആരോഗ്യപരമായി അതിന് സാധ്യമാണോ എന്ന് ഭൂമി ചോദിക്കുക അജയോടെ. സാധ്യത കുറവാണ് സാറെന്നും ഭൂമി അജയോട് പറയുന്നു. ആഴത്തിൻ്റെ കാര്യം വിടാം, അപ്പം മുറിവിൻ്റെ സ്വഭാവം, അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് കത്തി പൂർണ്ണ ശക്തിയോടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്നാണെന്നൊക്കെ പറയുന്നു. എൻ്റെ അമ്മയുടെ ശരീരഘടനയും കൊല്ലപ്പെട്ട എൻ്റെ അച്ഛൻ്റെ ശരീരഘടനയും കണക്കിലെടുത്താൽ അത്തരത്തിൽ ആഴത്തിൽ കുത്താൻ ആവശ്യമായ ശരീരബലം അമ്മയ്ക്കുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നൊക്കെ ഭൂമി അജയോട് പറയും. ഇത് കേട്ടപ്പോൾ അജയ്ക്ക് ഭയങ്കര ദേഷ്യം. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് വയ്ക്കാമെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷട്ടാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു അജയ്. അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ ഈ ഒരു റിപ്പോർട്ടും തനിക്ക് തരാൻ കഴിയില്ല എന്ന് ഞാൻ ആണായിട്ട് പറഞ്ഞതല്ലേ എന്ന് അജയ് ദേഷ്യത്തോടെ ചോദിക്കുക ഭൂമിയോട്. പിന്നെ എന്തിനാ നീ ഈ ഗെയിം കളിക്കുന്നതെന്ന് ചോദിച്ചു. പോലീസിൻ്റെ പണിയൊന്നും നീ കയറി ചെയ്യണ്ടെന്നും ഭൂമിയോട് അജയ് ദേഷ്യത്തിൽ പറയാം. എന്നിട്ട് ആരാ ഇത് എടുത്തു കൊടുത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അവരെല്ലാവരും കൂടെ വന്നു. താനായിരിക്കുമല്ലേ, തൻ്റെ മൂത്താപ്പയുടെ മകളാണല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ബാലേട്ടൻ്റെ നേരെ ചൂടായപ്പോഴത്തേക്കും സാർ, അത് പിന്നെ ഒരു സതുദ്ദേശത്തിൻ്റെ പേരിൽ അത്ര ഉദ്ദേശങ്ങളൊന്നും ഇവിടെ വേണ്ടാന്ന് അജയ് ദേഷ്യത്തോടെ ബാലേട്ടനോട് പറയാം. സാർ, ഞാൻ നിർബന്ധിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും തന്നോട് ചോദിച്ചോന്ന് ചോദിച്ചു ഭൂമിയോട് ദേഷ്യത്തിൽ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡ് എടുത്ത് മാറ്റണമെന്ന് ചോദിച്ചു അജയ്. ഓ, നിങ്ങളുടെയൊക്കെ ദത്തുപുത്രിയാണല്ലോ ഇവളല്ലേ, എല്ലാവരും കൂടെ ഒരു അമ്പലം പണിതിട്ട് ഇവളെ എവിടെ പ്രതിഷ്ഠിക്കാനൊക്കെ പറഞ്ഞു അജയ് ഒച്ച വയ്ക്കുന്നു. എന്നിട്ട് വിളക്ക് കത്തിച്ച് 2 നേരം പ്രാർത്ഥിക്കാനും പറഞ്ഞു. 24 മണിക്കൂറിനകം എനിക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞ് അജയ് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഭൂമി ചോദിച്ചു, സാറിൻ്റെ അച്ഛൻ മാധവൻ സാർ കൊല ചെയ്യപ്പെടുകയും കൊലപാതകിയുടെ സ്ഥാനത്ത് സാറിൻ്റെ അമ്മ എത്തുകയും ചെയ്താൽ അപ്പോൾ സാറിന് എൻ്റെ മനസ്സ് കാണാൻ കഴിയുമെന്ന് ഭൂമി ഈ അജയോട് പറയുന്നു. അതുവരെ കിടന്ന് ഒച്ച വെച്ച അജയ് ഒതുങ്ങി. എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും എനിക്ക് പോയേ മതിയാകുമെന്ന് അജയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുകയാണ് ഭൂമി. അപ്പം അജയ് ഒന്നും മിണ്ടുന്നില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. ഭൂമി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അജയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഭൂമിയെ അവിടെ ആ മൊബൈൽ ഷോപ്പിലെത്തി ഫോണിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ഫോണിന് എന്നാ പറ്റിയതായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ മുറിയിൽ നിന്ന് പുറത്ത് വീണതാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കണ്ടത്. അപ്പോൾ ഇത് ഇവിടെ തീരത്തില്ല, കമ്പനിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അവർക്കാകുമ്പോൾ കൃത്യമായി തകരാറ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മൊബൈൽ കടക്കാരൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, കാശ് കുറച്ച് അധികമാവും കേട്ടോ, അപ്പോൾ അതിലും ഭേദം ഇത് മാറ്റി മേടിക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, ഈ ഫോൺ എനിക്ക് ശരിയാക്കി കിട്ടണം. അപ്പോൾ ഞാൻ കൊടുത്താൽ മതിയോ? ആ മതിയെന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാരമില്ല, ഞാൻ കൊടുത്തേക്കാം, ഞാനത് വാങ്ങിച്ച് വെച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് എന്തെങ്കിലും വേണോ? അതൊന്നും വേണ്ട, ശരിയാക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി അവിടുന്ന് അങ്ങ് പോയി. ഈ സമയത്ത് ഇത് മുഴുവൻ ആ ഫോണിൽ കിടക്കുകയല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗഭാഗ്യപുരത്ത് അവരെല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴത്തേക്ക് സംഗീതം ഓരോന്ന് എടുത്തു വെച്ചു. അപ്പോഴത്തേക്ക് അഞ്ജന വലിയ ഡിഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ മോളിതൊക്കെ ഉണ്ടാക്കിയോന്ന് ചോദിച്ചു. ഞാനുണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഇത് അജയ്ക്ക് സ്പെഷ്യലാണോ എന്ന് ചോദിച്ചു. ആ, അജയ്ക്ക് സ്പെഷ്യലാണ്, ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് അഞ്ജന. ദേ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എന്താ എന്ന് ചോദിച്ചു മാധവൻ വന്നേ. എന്താ അമ്മായിമ്മയും മരുമോളും കൂടി? അപ്പോൾ ദേ നിങ്ങളുടെ മരുമോളെ ഇപ്പോഴേ സ്വാർത്ഥത തുടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു. ദേ നോക്ക്, ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു സ്പെഷ്യൽ, അതും അജയ്ക്ക് മാത്രമാണെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ എന്നും പറഞ്ഞ് മാധവൻ തൊടുമ്പോൾ ഇല്ല അങ്കിൾ, ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വിവാഹം കഴിഞ്ഞാലേ നിങ്ങൾക്ക് തന്നിട്ടേ ഞങ്ങൾ കഴിക്കുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അഞ്ജന ഭയങ്കര സോപ്പിങ്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കാനിരിക്കുന്നു. അപ്പോഴത്തേക്കും ഭവാനി അങ്ങോട്ടേക്ക് ഒന്ന് എന്താ ഇവിടെ ഒരു സംസാരം എന്ന് ചോദിച്ചു. ഇന്ന് അജയ്ക്ക് കൊടുക്കാനേ ഒരു സൂപ്പർ സ്റ്റാർ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭവാനിക്ക് ഞെട്ടല. അപ്പോഴത്തേക്ക് സൗഭാഗ്യവതി അമ്മ വന്നു. എന്താ എവിടെയെന്നും ചോദിച്ചു. അപ്പോഴത്തേക്ക് ഈ ഡിഷിൻ്റെ കാര്യം അമ്മയെ അറിഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റും, നീ താഴെ ഒരു മെത്ത വിരിക്കെ, ഇനി ഇതെങ്ങാനും കേട്ട് ഞെട്ടിത്തരിച്ച് അജയ് വീണാലേ നിലത്ത് പോയി തല പൊട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഇതൊക്കെ ഭയങ്കര സർപ്രൈസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ സംസാരിക്കുമ്പോൾ എന്താ എവിടെയെന്നും ചോദിച്ചുകൊണ്ട് അജയ് അങ്ങോട്ടേക്ക് വന്നു. ആ, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്, അത് നിനക്കുള്ള സർപ്രൈസാ, ഇന്ന് സ്പെഷ്യൽ ഡിന്നർ ആണെന്നൊക്കെ അജയ് പറയാട്ടോ. ആണോ? ഞാൻ വിളമ്പി കൊടുക്കാമെന്നും പറഞ്ഞ് അഞ്ജന. അപ്പം ഞാനൊന്ന് വിളമ്പിക്കോട്ടെ, ഇതൊക്കെ പഠിക്കണമല്ലോ
ഒരു കാര്യം പറയട്ടെ, സത്യത്തിൽ കഴിക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ സ്വയം ഉണ്ടാക്കി സ്വയം വിളമ്പി കൊടുത്ത് കഴിപ്പിക്കണമെന്ന് സൗഭാഗ്യവതി അമ്മയാ പറയുക. അത് കേട്ടപ്പോഴത്തേക്കും അയ്യോ അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് അജയ്ക്ക് കൊണ്ടുവന്ന് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അജയ്ക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ ഫുഡ് വിളമ്പി തുടങ്ങിയപ്പോഴത്തേക്കും ആ ഫുഡെല്ലാം കൂടി കിടക്കുന്നു. അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കുക. മൊത്തം പണി പാളി. അജയുടെ ദേഹത്ത് മുഴുവനും ആ കറിയായി. അപ്പോൾ സൗഭാഗ്യവതമ്മ സാരമില്ലെന്നേ പോട്ടെ, അല്ല ഈ നടന്ന് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് വീണ് പഠിക്കണമല്ലോ, അത്രേ ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പറയാട്ടോ. അപ്പത്തേനും എല്ലാവരും ഒന്ന് ചിരിച്ചു. ചമ്മി നിന്ന് അഞ്ജന ഇത് വിളമ്പി കൊടുക്കുക. എന്തായാലും നീ ഒരു ഭാഗ്യവാൻ തന്നെയാ മോനെ. അല്ല ഈ ആഹാരത്തിൻ്റെ കൂടെ അഞ്ജനയുടെ പശ്ചാത്തല സംഗീതവും കൂടി ഒന്ന് കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അമ്മ പറയാട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അജയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ അതേ അജയ്ക്ക് കൊടുത്തു കഴിഞ്ഞെങ്കിൽ എനിക്ക് വിളമ്പിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മാധവൻ അവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞു ഊട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങനെ ദേ നമ്മുടെ അജയ്ക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇതൊന്നും വേണ്ടാന്ന് അജയ്, അത് നീയാണോ തീരുമാനിക്കുന്നത്? അഞ്ജന അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം അതേ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് അങ്ങനെ ദേ നമ്മുടെ അഞ്ജന തൊട്ടരികിലിരുന്ന് അജയെ കഴിപ്പിക്കുക. അപ്പം എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചു. സൂപ്പർ അടിപൊളി സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ്. അഞ്ജനയെ കുറിച്ച് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. കലക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ്. അയ്യോ അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഇവിടെ അഞ്ജന വിളമ്പും കേട്ടോ. അങ്ങനെ ഓരോരുത്തർ എടുത്തത് അങ്ങ് വായിലേക്ക് വെച്ചത് മാത്രം ഓർമ്മയുള്ളൂ. എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് ഉരുകാൻ തുടങ്ങി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെയാ, നല്ലതാന്ന് പറഞ്ഞു. അമ്മേ സൂപ്പർ അല്ലേ എന്ന് ചോദിച്ചു ഭവാനിയോട് നമ്മുടെ അഞ്ജന. അപ്പം ഞാൻ ഇനിയും പുതിയ ഐറ്റംസ് ഉണ്ടാക്കും. എന്നെ കെട്ടുന്ന അജയ് ഭാഗ്യവാനായിരിക്കും അല്ലേ മുത്തശ്ശി? അപ്പോഴത്തേക്ക് അജയുടെ ഒച്ചയൊക്കെ അങ്ങ് പോയി. അജയ് ചുമച്ചൊരു പരുവായി. മോനെ അജയ് അങ്ങനെ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, അഞ്ജന കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ അപ്പം അഞ്ജന ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അഞ്ജനയും പിടിച്ചിരുത്തി ആ ഫുഡ് അഞ്ജനയ്ക്കും വാരിക്കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് വായിലേക്ക് വെച്ചപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന ഒരു ഒറ്റ ഇരിപ്പ് ശ്വാസം ഇല്ലാതെ അവിടെ അങ്ങനെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അടിപൊളി എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനായിട്ടാ.